നമ്മളടുത്തത് റീസണിങ്ങിലെ വേറൊരു ടോപ്പിക്കായിട്ടുള്ള ബ്ലഡ് റിലേഷനാണ് പഠിക്കാൻ പോകുന്നത്. എഗെയിൻ റീസണിങ്ങിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ച് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലഡ് റിലേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ശരി, ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ മദർ ഫാദർ ഈ ഒരു ടൈപ്പ് സാധനം തന്നെയാണ് നിങ്ങളോട് പറയാം. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഇവിടെ വീണ്ടും നമ്മളിതൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഫിഗർ വരച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഓക്കെ ആവുക. അപ്പം ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സിലും ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ട് അതിൻ്റെ റെഫറൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യൽ. പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ഡയഗ്രാം വരയ്ക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫിഗർ വരയ്ക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. അതായത് കുറേ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് പറയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ആദ്യം തന്നെ പറയാണ് എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്നുള്ളൊരു കാര്യം പറയാണ്. എ എന്ന് പറയുന്ന ഒരാൾ ബിയുടെ ഫാദർ ആണ്. രണ്ടാമത്തെ കേസ് പറയാണ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി. ഓക്കെ, അടുത്ത കേസ് പറയാണ് എ ഈസ് ദ വൈഫ് ഓഫ് ബി. ഇത്രയും മൂന്ന് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തിനോട് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയി നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ഫിഗറിൽ വരച്ച് കാണിക്കണം. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് വരയ്ക്കണം. അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കണം. സോ എ ഈസ് ദ ഫാദർ ഓഫ് ബി. സോ എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണെന്ന് നമുക്കറിയാം. സോ ഫാദർ സൺ അല്ലെങ്കിൽ ഫാദർ ഡോട്ടർ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മദർ ഡോട്ടർ മദർ സൺ, ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ജനറേഷൻസ് ആണ് അല്ലെ. സോ ഒരേ ജനറേഷൻസിനെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈനിലും, ഒരേ ജനറേഷൻ ആണെങ്കിൽ മാക്സിമം ഒരു സ്ട്രെയിറ്റ് ലൈനിലും, ഡിഫറെന്റ് ജനറേഷൻ ആണെങ്കിൽ 2, 3 അല്ലെങ്കിൽ ഓരോ ജനറേഷൻ കൂടുന്നതനുസരിച്ച് ഡിഫറെന്റ് ജനറേഷനാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാവുന്ന സമയത്ത് എ എന്ന് പറയുന്നതാണ് ഇവിടെ ഹയർ ജനറേഷൻ. അപ്പോൾ എ ഫാദർ ആണ്, ഞാൻ എ മുകളിൽ എഴുതി. ആൻഡ് ബി എന്ന് പറയുന്ന ആളെ ഞാൻ എന്ത് എഴുതി, താഴത്ത് എഴുതി. ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു വരയിട്ട് അതിനെ കണക്ട് ചെയ്തു. സോ ഇപ്പൊ എന്താണ്, എ എന്ന് പറയുന്ന ആൾ ബിയുടെ ഹയർ ജനറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എയുടെ ജെൻഡർ നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എ ഫാദർ ആണോ മദർ ആണോ എന്ന് അറിയില്ല. സോ ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളത് മെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്ലസും ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഒരു മൈനസും ഇടും. അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇപ്പം ഇതിനെ നിങ്ങളുടെ രീതിയിൽ അത് മാറ്റാം. ക്ലിയർ? സോ ഇപ്പം ബി എന്ന് പറയുന്ന ആളുടെ ഫാദർ ആണ് എ. എങ്ങനെ മനസ്സിലായി, ഫാദർ എന്ന് മെയിലാണെന്ന് മനസ്സിലാകാൻ കാരണം എന്താണ്, പ്ലസ് ഇട്ടതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസ് ഞാൻ ഇങ്ങനെ എഴുതാണ്, എ മുകളിൽ എഴുതി, ഒരു വരയിട്ട് താഴത്തേക്ക് എഴുതി, എക്ക് ഞാൻ മൈനസ് കൊടുത്തു. സോ സെക്കൻഡ് കേസിൽ ഇവിടെ എന്താണ്, എ ഈസ് ദ മദർ ഓഫ് ബി. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്, ഹയർ ജനറേഷൻ തൊട്ട് മുകളിലെ ജനറേഷൻ ആണ്. ഫാദർ മദർ 2 ചാൻസേ ഉള്ളൂ, അതിലേതാണ് നമ്മുടെ മദർ ആണ് രണ്ടാമത്തെ കേസിൽ. പക്ഷെ ഇവിടെ 2 കേസിലും ബി ആണാണോ പെണ്ണാണോ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബിക്ക് ഞാൻ പ്ലസ് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ്, ബി എന്നുള്ളത് മകനാണ് അല്ലെ, സൺ ആണ് എന്ന് മനസ്സിലായി. ഞാൻ രണ്ടാമത്തെ കേസിൽ ബിക്ക് ഞാൻ മൈനസ് ഇടുന്നു. ഇവിടെ ബി എന്നുള്ളത് എയുടെ ഡോട്ടർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഗ്രാഫ് വരച്ച് മുന്നോട്ട് പോകാം. സോ ഫാദർ എന്നുള്ള സാധനം അല്ലെങ്കിൽ മദർ എന്നുള്ള സാധനം തൊട്ട് ഹയർ ജനറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ 2 ലൈനിൽ റെപ്രസെന്റ് ചെയ്യാണ്. പ്ലസ് മെയിലിനും മൈനസ് ഫീമെയിലിനുമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്, എ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്, എ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്നുള്ള കേസാണ്. സോ എയും ബിയും ബ്രദേഴ്സ്, ഓക്കെ, മേ ബി ബ്രദേഴ്സ് ആയിരിക്കാം, ബ്രദറും സിസ്റ്റേഴ്സ് ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ രണ്ടുപേരും ഒരേ ജനറേഷനാണ്. അതുകൊണ്ട് ഞാൻ എയും ബിയെയും ഒരേ ലൈൻ, സെയിം ലൈനിൽ എഴുതുന്നു. ആൻഡ് അഗെയിൻ ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് അവരെ കണക്ട് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും, എയും ബിയും സിബ്ലിങ്സ് ആണ്. ആൻഡ് നമ്മുടെ തന്നിരിക്കുന്ന പോയിന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എ എന്നുള്ളത് ബ്രദർ ആണ്, എ എന്നുള്ളത് മെയിൽ ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എക്ക് പ്ലസ് ഇടുന്നു. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഇവിടെ ബിയുടെ ജെൻഡർ പറയുന്നില്ലല്ലോ, ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എക്ക് മൈനസും ബിക്ക് ഞാൻ സൈൻ ഒന്നും ഇടുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഡെഫിനറ്റ്ലി എനിക്ക് എന്ത് പറയാം, എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്ന് പറയാം. ഇനി എക്ക് ഞാനിവിടെ പ്ലസ് ഇടുന്നു, ബിക്ക് ഞാനിവിടെ മൈനസ് ഇടുന്നു. സോ എ ബ്രദറും ബി സിസ്റ്ററും ആണ്. ഇനി ഞാൻ എക്ക് ഇവിടെ മൈനസ് ഇടുന്നു, ബിക്കും ഞാൻ മൈനസ് ഇടുന്നു. എന്ത് പറ്റി, എയും ബിയും സിസ്റ്റേഴ്സ് ആണ്. ഈ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ സിംഗിൾ ലൈനിൽ കണക്ട് ചെയ്യുന്ന എന്താണ്, സിബ്ലിങ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറയാണ്, എ ഈസ് ദ വൈഫ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ആരാണ്, ബിയുടെ വൈഫാണ്. സോ അഗെയിൻ രണ്ടുപേരും സെയിം ജനറേഷൻ ആയിരിക്കും അല്ലെ, സെയിം ഏജ്, ഏകദേശം സെയിം ഏജിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. സോ ഞാൻ രണ്ടുപേരെയും
ഒരേ ലൈനിൽ കൊടുക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് വൈഫാണ്, വിച്ച് മീൻസ് വൈഫ് മീൻസ് മൈനസ് ആണ്, എക്ക് മൈനസ് കൊടുത്തു. ഇനി ഞാനിതിനെ ഒറ്റ ലൈൻ കൊണ്ട് കണക്ട് ചെയ്താൽ ഇതിന്റെ അർത്ഥം എന്തായിപ്പോയി? എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് രണ്ടും ഒരേ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഈ പറഞ്ഞ കപ്പിൾ അല്ലെങ്കിൽ മാരിഡ് ഈ ഒരു കാര്യത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു മാരീഡ് കപ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി എ മൈനസ് ആണെങ്കിൽ ബി എന്താകും? പ്ലസ് ആകും. സോ ഈ ഒരു കേസിൽ എ വൈഫും ബി മൈനസും ആണ്. ഞാൻ എങ്ങനെ വരാം? ഇങ്ങനെ വരാം അല്ലെ, അതായത് എ ഹസ്ബൻഡും ബി വൈഫും. ക്ലിയർ ആണല്ലോ? ഈ ഒരു രീതിയിലും കാര്യങ്ങൾ വരാം. ഓക്കെ, ഇതാണ് അപ്പം ബേസിക് ആയിട്ടുള്ള ഇതിന്റെ മൂന്ന് റൂളല്ല നമ്മൾ വരയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇത് കമ്പൈൻ ചെയ്താണ് നമ്മൾ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. നമുക്ക് നോക്കാം. ശരി, ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ. ഇവിടെ എ ബി ഇത് മാരീഡ് കപ്പിളാണ്, നമുക്കറിയാം. എ ഫാദർ ആണ്, ബി മദർ, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സോ എക്കൊരു അല്ലെങ്കിൽ ഇവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേരാണ് സി. സി ഒരു ബോയ് അല്ലെങ്കിൽ ഒരു മെയിൽ. ഓക്കെ, മെയിലാക്കി ഞാൻ എടുക്കും. സോ സിയുടെ ഫാദറാണ് എ, നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ സിയുടെ മദറാണ് ആര്? ബി. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇവിടെ ഒരു ഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ കൂടെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും സിയും ഡിയും സിബ്ലിങ്സ് ആണ്. സി ബ്രദറും ഡി സിസ്റ്ററും അല്ലെ, സി ബോയും ഡി ഗേളും ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡിയുടെ ഫാദറിന്റെ പേരെന്താ? ഡിയുടെ ഫാദറിന്റെ പേര് എ ആണോ? ഓക്കെ, അതേപോലെ ഡിയുടെ മദറിന്റെ പേരെന്താ? നമ്മളിവിടെ ലൈൻ വരച്ചില്ലെങ്കിൽ പോലും ഡിയുടെ മദറിന്റെ പേരെന്താണ്? ബി ആണ്. സോ ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. സോ ഞാനൊരു കാര്യം വരയ്ക്കും. എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ജെൻഡർ ഞാൻ പറയുന്നില്ല. എയുടെ ഫാദറാണ് ബി. ഓക്കെ, ഈ ബിക്ക് ഒരു ഫാദർ ഉണ്ട്, അയാളുടെ പേരാണ് സി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താ? എയുടെ ആരാണ് സി? നമ്മുടെ ഫാദറിന്റെ ഫാദർ ആണല്ലേ, എയുടെ ഫാദറിന്റെ ഫാദറാണ് സി എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എയുടെ മദറിന്റെ പേരാണ് ബി ആൻഡ് ഈ ബിയുടെ ഫാദറാണ് സി. ക്ലിയർ ആണല്ലോ? എഗെയിൻ ഈ എയും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എയും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഓക്കെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, ഇത് രണ്ടും, അതായത് ഫാദറിന്റെ ഫാദർ അല്ലെങ്കിൽ മദറിന്റെ ഫാദർ നമ്മൾ എന്താ വിളിക്കുക? ഗ്രാൻഡ് ഫാദർ എന്നാണ്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ എന്നാണ്. ഇവിടെ എന്താണ് വിളിക്കുക? ഗ്രാൻഡ് ഫാദർ എന്നാണ്. സോ എയുടെ ഫാദറിന്റെ ഫാദറാണ് സി, അതേപോലെ തന്നെ എയുടെ മദറിന്റെ ഫാദറാണ് സി. ഓക്കെ, സോ എയുടെ ഫാദറിന്റെ ഫാദർ ആകുമ്പോൾ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ മദറിന്റെ ഫാദർ ആകുമ്പോൾ നമ്മൾ എന്താണ് വിളിക്കുക? ഗ്രാൻഡ് ഫാദർ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് തിരിച്ചറിയാം? അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും, വിച്ച് മീൻസ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? അത് സ്പെസിഫിക് ആയിട്ട് പറയണം. സോ അച്ഛൻ്റെ റിലേഷൻ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് വിളിക്കും? പറ്റേണൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കണം? പറ്റേണൽ എന്ന് വിളിക്കും. അമ്മയുടെ ജനറേഷൻ ആണെങ്കിലോ മെറ്റേണൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മെറ്റേണൽ. സോ പെറ്റേണൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജനറേഷൻ, വിച്ച് മീൻസ് അച്ഛൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. അതുപോലെ തന്നെ അമ്മയുടെ അച്ഛനാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത് ഗ്രാൻഡ് മദറിനും ഓക്കെ ആണ്, അപ്ലിക്കബിൾ ആണ്. ബാക്കി എല്ലാ കേസിലും ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്ന അങ്കിൾ ആൻഡ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇതെന്താണ്? അപ്ലിക്കബിൾ ആണ്. വിച്ച് മീൻസ് ഫാദറിന്റെ ത്രൂ ആണ് അല്ലെങ്കിൽ ഫാദറിന്റെ ജനറേഷൻ ത്രൂ ആണ് പോകുന്നത് എങ്കിൽ അത് പെറ്റേണൽ എന്നും, മദറിന്റെ ത്രൂ ആണ് പോകുന്നതെങ്കിൽ അത് മെറ്റേണൽ എന്നാണ് വിളിക്കുക. ക്ലിയർ? ശരി, ഇനി അടുത്തത് നമുക്ക് ഇതിലും ഗ്രാൻഡ് മദർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. അതായത് എ എന്ന് പറഞ്ഞ ആളുണ്ട്, എയുടെ വൈഫാണ് ബി. ഓക്കെ, സോ ബിയുടെ ഫാദറാണ് സി. ക്ലിയർ? ബിയുടെ ഫാദറാണ് സി. സോ അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എയും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എയുടെ വൈഫിന്റെ ഫാദർ ആണല്ലേ, അതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ വിളിക്കുക? അതിനെന്താ വിളിക്കുക? അതിനെ ഫാദർ ഇൻ ലോ എന്നാണ്. എന്താണ് അവിടെ വിളിക്കുക? ഫാദർ ഇൻ ലോ എന്നുള്ളതാണ്. ഫാദർ ഇൻ ലോ. ക്ലിയർ? ശരി, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് വിളിക്കും? ഇൻ കേസ് സി എന്നുള്ള ആള് സി മൈനസ് ഓക്കെ ബിയുടെ മദർ ആയിരുന്നെങ്കിലോ നമ്മൾ മദർ ഇൻ ലോ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? മദർ ഇൻ ലോ. തിരിച്ചിങ്ങോട്ടും ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബിയുടെ ഹസ്ബൻഡാണ് എ, എയുടെ ഫാദറാണ് സി എങ്കിൽ ബിയുടെ ഫാദർ ഓക്കെ ബിയുടെ ഫാദർ ഇൻ ലോ ആണ് സി. ഇപ്പം അത് മദർ ആണെങ്കിൽ മദർ ഇൻ ലോ ആണ് സി. ഓക്കെ, ഇതേപോലെ കാര്യങ്ങൾ. ഇനി നേരെ തിരിച്ച് ഈ ഫാദർ ഇൻ ലോയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മദർ ഇൻ ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസ്. അതായത് എ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കുട്ടിയുണ്ട്, ബി ആണ്. ഓക്കെ, മകളാണ്, ബി ആണ്. മകൾ കല്യാണം കഴിച്ചു സി എന്ന് പറയുന്ന ഒരാളെ. ഓക്കെ ആണല്ലോ? സോ എയുടെ ആരാണ് സി? എയുടെ ആരാണ് സി? എയും സിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്കറിയാം സിയുടെ ഫാദർ ഇൻ ലോ ആണ് എ. അങ്ങനെയാണെങ്കിൽ എയുടെ ആരാണ് സി? എയുടെ
സൺ ഇൻ ലോ ആണ്. ഓക്കെ, എന്താണ് മക്കളെ? സൺ ഇൻ ലോ ആണ്. ഇനി വേറൊരു കണ്ടീഷൻ, എക്ക് ഒരു മകനുണ്ട്, മകൻ കല്യാണം കഴിച്ചു, സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള കണക്ഷൻ. ഡോട്ടർ ഇൻ ലോ ആണ്. ഓക്കെ, ഡോട്ടർ ഇൻ ലോ ആണ്. ക്ലിയർ ആണ്? ഇത് സൺ ഇൻ ലോ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഇതാണ് ഫാദർ ഇൻ ലോ, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ ആൻഡ് മദർ ഇൻ ലോ, ഈ കാര്യങ്ങൾ. ഇനി അതുപോലെ നമുക്ക് ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും ഉണ്ട്. എന്താ സംഭവം? ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും. സോ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എ ബി എന്ന് പറഞ്ഞ ഒരാൾ കല്യാണം കഴിച്ചു, ആൻഡ് ബിക്ക് ഒരു ബ്രദർ ഉണ്ട്, സി. ഇത് നമ്മൾ ഇങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുക. ശരി, എയുടെ വൈഫ് ബി, ബിന്റെ ബ്രദർ സി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എയുടെ ബ്രദർ ഇൻ ലോ ആണ്. ബ്രദർ ഇൻ ലോ ആണ് ആര്? സി എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിലോ? തിരിച്ചും അങ്ങനെ തന്നെ. സിയുടെ ബ്രദർ ഇൻ ലോ ആണ് ആര്? എയും. ഓക്കെ, സോ ഇവിടെ ആരാണോ അവസാനം, ലൈക്ക് ആരെ പറ്റിയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് സീനെ പറ്റിയാണ് റെഫർ ചെയ്യുന്നെങ്കിൽ അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കുക. സി ഇവിടെ മെയിൽ ആണ്, അതുകൊണ്ട് ബ്രദർ ഇൻ ലോ ആയി. ഇനി അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ ഒരാൾക്ക് ബി, ഓക്കെ, വൈഫാണ് ബി, ബിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, സി ആണ്. സോ എയുടെ ആരാണ്? സി. സി എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, സോ അതാരാണ്? സിസ്റ്റർ ഇൻ ലോ ആണ്. ഓക്കെ, ഇനി സിയുടെ ആരാണ്? എ. എ എന്ന് പറയുന്നത് മെയിൽ ആണ്, അതുകൊണ്ട് എന്താണ്? ബ്രദർ ഇൻ ലോ ആണ്. ശരി, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റു കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് അങ്കിൾ ആൻഡ് എന്നുള്ളൊരു സംഭവം. എന്തൊക്കെയാണ് അങ്കിൾ ആൻഡ്? എ എന്ന് പറയുന്ന ഒരാളുടെ ഫാദർ ആണ് ബി. ഓക്കെ, എയുടെ ഫാദർ ആണ് ബി, ബിക്ക് ഒരു ബ്രദർ ഉണ്ട്, സി ആണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള ബന്ധം. എയുടെ ആരാണ്? സി. എയുടെ ഇത് ബ്രദറാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബിക്ക് ഒരു ബ്രദർ ഉണ്ട്, വിച്ച് മീൻസ് എല്ലാം മെയിൽസ് ആണ്. സോ സി എന്ന് പറയുന്നത് മെയിൽ ആണ്, അതുകൊണ്ട് എന്ത് പറയുന്നു? അങ്കിൾ എന്ന് പറയുന്നു. ഇനി അതുപോലെ എ ഉണ്ട്, എക്ക് ഫാദർ മദർ ആരും ആയിക്കോട്ടെ, ബി ഉണ്ട്, അവർക്കൊരു പെങ്ങളുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ഫീമെയിൽ ഉണ്ട്, അവർ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓക്കെ, ആണ്ട് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നതാ? ആണ്ട് എന്ന് വിളിക്കുന്നു. ഈ അങ്കിളിന്റെയും ആണ്ടിന്റെയും കേസിലും എന്തുണ്ട്? മെറ്റേണൽ ആൻഡ് പെറ്റേണൽ എന്നുള്ള സാധനമുണ്ട്. അതായത് അച്ഛന്റെ ബ്രദർ ഓർ സിസ്റ്റർ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? പെറ്റേണൽ എന്ന് വിളിക്കും. അമ്മയുടെ ബ്രദർ ഓർ സിസ്റ്റർ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ആണ്ട് എന്ന് വിളിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഇനി അതുപോലെ എന്താണ് നീസ് ആൻഡ് എന്താണ് നെഫ്യൂ? ശരി, എന്താണ് നീസ്, എന്താണ് നെഫ്യൂ? നമ്മൾ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു അങ്കിൾ ഉണ്ട്. ഓക്കെ, ഞാനൊരു മെയിലാണ്, എനിക്കൊരു അങ്കിൾ ഉണ്ട്. ഈ അങ്കിളിന് ഞാൻ ആരാണ്? ഞാൻ നെഫ്യൂ ആണ്. ഓക്കെ, നേരെ തിരിച്ചുള്ള കണക്ഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് എ എന്ന് പറയുന്ന ഒരാൾ, ഓക്കെ, എ എന്ന് പറയുന്ന ആൾക്കൊരു സിസ്റ്ററോ ബ്രദറോ ആരോ ആയിക്കോട്ടെ, ബി ഉണ്ട്, അവർക്കൊരു കുട്ടിയുണ്ട്, സി. അത് മെയിലാണെങ്കിൽ അത് എയുടെ നെഫ്യൂ ആണ്. അതിന് ഫീമെയിൽ ആണെങ്കിൽ നീസ് ആണ്. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യം. ഓക്കെ, അങ്കിൾ ആൻഡ്, അതിന് നേരെ ഓപ്പോസിറ്റ് നെഫ്യൂ ആൻഡ് നീസ്. ഓക്കെ ആണ്? ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഗ്രാൻഡ് മദറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് മീൻസ് ഗ്രാൻഡ് പാരൻസ്. ഈ ഗ്രാൻഡ് പാരൻസിന്റെ നേരെ താഴത്ത് എയുടെ അച്ഛൻ്റെ അച്ഛൻ എന്താണ്? ഗ്രാൻഡ് ഫാദർ. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാൻഡ് ഫാദറിന് എ ആരായിരിക്കും? ഗ്രാൻഡ് സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ ആയിരിക്കും. ഈ ഒരു കാര്യം. ഓക്കെ, ശരി, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡോട്ടർ ഓഫ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വായിച്ചൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ അല്ല. കാരണം എന്താ? തെറ്റുകൾ പറ്റാം. കാരണം കുറേ റിലേഷൻ അടുത്തടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പറയുന്നത്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫിഗറിലേക്ക് വരച്ച് നോക്കാം. ഓക്കെ ആണല്ലോ? ഒരു ഫിഗറിലേക്ക് വരച്ച് നോക്കുമ്പോൾ ഞാനിത് ലാസ്റ്റ് എൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഫിഗർ ആക്കുകയാണ്. സോ വാട്ട് ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡോട്ടർ ഓഫ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ? സോ എൻ്റെ ഫാദർ സിസ്റ്റർ എന്നുള്ളതാണ് അവസാനം. സോ എനിക്ക് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, വിച്ച് മീൻസ് മൈ എന്നുള്ളതിന് ഞാൻ മീ എന്ന് കൊടുക്കുന്നു. ഇനി എൻ്റെ ഫാദർ, ഓക്കെ, എൻ്റെ ഫാദർ, ഇനി ഫാദറിന് സിസ്റ്റർ ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ ജോയിൻ ചെയ്യാം. വാട്ട് ഇസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡോട്ടർ ഓഫ് സൺ ഓഫ് മൈ ഫാദേഴ്സ് സിസ്റ്റർ? ഈ സിസ്റ്ററിൻ്റെ സണ്ണിൻ്റെ ഡോട്ടർ, വിച്ച് മീൻസ് സിസ്റ്ററിൻ്റെ സൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? സണ്ണിനൊരു ഡോട്ടർ ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ മീ കിട്ടി, ഇവിടെ ഡോട്ടർ കിട്ടി. ഇത് നമ്മളുടെ റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. ടെക്നിക്കലി ലൈക്ക് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷനിൽ ആൻസറായി വന്നത് കസിൻ എന്നാണ്. പക്ഷേ കസിൻ എന്ന് പറയുന്നത് എ ബി സിബ്ലിങ്സ് ആണ്. ഓക്കെ, എ ബ്രദറോ സി എന്തോ ആയിക്കോട്ടെ, എക്ക് സി എന്ന് പറയുന്നൊരു കുട്ടിയും
ബിക്ക് ഡി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ഈ സിൻ്റെയും ഡിൻ്റെയും റിലേഷനാണ് കസിൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു ജനറേഷനിലുള്ള ആൾക്കാരുടെ ബ്രദർ സിസ്റ്റർ വാട്ടവർ അവരുടെ കുട്ടികൾ ആ സെയിം ജനറേഷൻ ആയിരിക്കുമല്ലോ, അവർ തമ്മിലുള്ള റിലേഷനാണ് കസിൻ എന്ന് പറയുന്നത്. നമ്മളതിനെ കുറച്ചും കൂടി ഡീപ്പായി പഠിക്കുമ്പോൾ ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ എന്നൊക്കെ വിളിക്കും, ഫസ്റ്റ് കസിൻ എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇവിടെ ഓപ്ഷണൽ ആൻസർ എന്നുള്ളത് കസിൻ എന്നുള്ളൊരു കാര്യമാണ്. വിച്ച് മീൻസ് ഇവിടെ വേറെ ഒന്നും എന്താവില്ല, സൂട്ടാവില്ല. ആൻഡ് ഇത് ശരിക്കും നോർമൽ കസിൻ അല്ല. കസിൻ എന്ന് നമ്മൾ പറയും ഫസ്റ്റ് കസിനാണ്, ഇപ്പം ഞാൻ കാണിച്ച പോലുള്ള കസിനെ. പക്ഷെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സെക്കൻഡ് കസിൻ എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, കാരണം ഒരു ജനറേഷനല്ല അടുത്ത ജനറേഷൻ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക, സെക്കൻഡ് കസിൻ. കാരണം ഇവിടെ മീ അല്ലെങ്കിൽ ഞാനും ഈ പറയുന്ന സിസ്റ്റർ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ സണ്ണുമായിട്ടാണ് കസിൻ എന്ന റിലേഷൻ. ആ സണ്ണിന്റെ കുട്ടികളൊക്കെ ആയിട്ടുള്ള എൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് കസിൻസ് ആണ്. ക്ലിയർ? സോ നമ്മൾ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക, കസിൻ എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ശരി. ഇൻട്രൊഡ്യൂസിങ് പ്രിയങ്ക, സരോജ് സേസ് ദാറ്റ് her mother is the only daughter of my mother. സോ ഞാൻ അത് എല്ലാ കാര്യങ്ങളും എഴുതാൻ പോവാണ്. മൈ എന്ന് പറയുന്നത് ആരായിരിക്കും, പ്രിയങ്ക അല്ലേ, സരോജ് ആണ്. ഓക്കെ, സരോജ് ആണ് പറയുന്നത്. വിച്ച് മീൻസ് സരോജ് ആണ് മീ, അല്ലെങ്കിൽ ആ ഒരു കാര്യം. ആൻഡ് എൻ്റെ മദർ അവിടെ നിൽക്കട്ടെ. സരോജ് സേസ് ദാറ്റ് her mother is the only daughter of my mother അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ പ്രിയങ്കയുടെ കേസാണ് പറയുന്നത്. പ്രിയങ്ക എവിടെയുണ്ട്, പ്രിയങ്കയുടെ അമ്മ, പ്രിയങ്കയുടെ മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് സരോജിൻ്റെ മദർ. വിച്ച് മീൻസ് പ്രിയങ്കയുടെ മദറിൻ്റെ മകളാണ് ഈ പറയുന്ന, പ്രിയങ്കയുടെ മദർ എന്ന് പറയുന്നത് സരോജിൻ്റെ മദറിൻ്റെ ഒരേ ഒരു മകളാണ്, അല്ലെങ്കിൽ മകളാണ്, കുഴപ്പമില്ല. സോ എങ്ങനെയാണ് സരോജും പ്രിയങ്കയും തമ്മിലുള്ള കണക്ഷൻ? എടാ, ഇവിടെ സരോജിനും പ്രിയങ്കയുടെ മദറും ആരായിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും. വിച്ച് മീൻസ് കോമൺ മദർ എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും, ഒബ്വിയസ്ലി സിബ്ലിങ്സ് ആയിരിക്കും. ശരി, ഇനി അങ്ങനെയാണെങ്കിൽ സരോജ് എന്ന് പറയുന്നത് പ്രിയങ്കയുടെ ആര്? സോ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. പ്രിയങ്കയുടെ അമ്മയുടെ പേര് എന്നല്ലേ, ആസ് എ ലൈക്ക് കേരളൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സരോജ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മെയിൽ ആണെന്ന് തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ മെയിലാണ് നമ്മൾ കരുതും. കുഴപ്പമില്ല, ഈ സരോജ് എന്നുള്ള സാധനം ഒരു യൂണിസെക്സ് നെയിമാണ്. അതായത് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ കൊടുക്കുന്ന ഒരു നെയിമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ നൺ ഓഫ് ദിസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ബാക്കി മദർ, സിസ്റ്റർ, ഡോട്ടർ, ആണ്ട്, ഈ സാധനത്തിൽ സരോജ് എന്നുള്ളത് വരാൻ രണ്ട് ചാൻസേ ഉള്ളൂ. ഒന്ന് അങ്കിൾ അല്ലെങ്കിൽ ആണ്ട്, അല്ലെ, അമ്മയുടെ ഏട്ടനോ അല്ലെങ്കിൽ ലൈക്ക് ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ. ബ്രദർ ആണെങ്കിൽ അങ്കിൾ എന്നും സിസ്റ്റർ ആണെങ്കിൽ ആണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സരോജ് എന്നുള്ളതൊരു ഫീമെയിൽ ആണ്. വിച്ച് മീൻസ് ഓപ്ഷൻ ഡി ആണ്ട് ആണ്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു കാര്യം നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി. പോയിന്റിംഗ് ടു മഞ്ജു, ഗൗരവ് സെഡ്. ഓക്കെ, പോയിന്റിംഗ് ടു മഞ്ജു, ഗൗരവാണ് പറയുന്നത്. ഷീ ഈസ് ദ വൈഫ് ഓഫ് ഓൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് ഫാദർ. സോ ഞാനിവിടെ ഗൗരവിൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ ഫാദറിൻ്റെ ആരോ ആണെന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഗൗരവ് എന്ന് പറയുന്ന ആളിൻ്റെ, ഗൗരവിൻ്റെ ഫാദേഴ്സ് ഫാദർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഷീ ഈസ് ദ വൈഫ് ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദേഴ്സ് ഫാദർ. എൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? തിരിച്ച് ഗൗരവിൻ്റെ ഫാദറിലേക്ക് തന്നെ എത്തിയല്ലോ, അല്ലെ? എൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു സൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആരായിരിക്കും? എൻ്റെ ഫാദർ ആയിരിക്കും. ആൻഡ് ഷീ എന്ന് പറയുന്നത് ആരാണ്? മഞ്ജുവിനെ പറ്റിയാണ്. ഷീ ഈസ് ദ വൈഫ് ഓഫ് ഈ പേഴ്സൺ. അതായത് എൻ്റെ നിലവിൽ ഈ പറയുന്ന ഫാദറിൻ്റെ സണ്ണിൻ്റെ വൈഫാണ് ആര്? മഞ്ജു. നിങ്ങൾ റിലേഷൻ പറ. അത് ഗൗരവിൻ്റെ ഫാദറിൻ്റെ വൈഫ് എന്ന് വെച്ചാൽ ആരാടാ? ഗൗരവിൻ്റെ അമ്മയാണ് മഞ്ജു എന്ന് പറയുന്നത്, അല്ലെ? വിച്ച് മീൻസ് ഇവിടെ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഗൗരവിൻ്റെ അമ്മയാണ്. ലൈക്ക് ഹൗ ഇസ് മഞ്ജു റിലേറ്റഡ് ടു ഗൗരവ് തന്നെയാണ്. അതായത് മഞ്ജു ഗൗരവിൻ്റെ ആരാണ്? വിച്ച് മീൻസ് മദർ ആണ്. ഓക്കെ, തിരിച്ചും ചോദിക്കാം, ഹൗ ഇസ് ഗൗരവ് റിലേറ്റഡ് ടു മഞ്ജു? അങ്ങനെയാണെങ്കിൽ മഞ്ജുവിൻ്റെ സൺ, ലൈക്ക് അഗെയിൻ ഗൗരവ് എന്നുള്ള പേര് മോർ ലൈക്ക് എന്താണ്? മെയിലാണ്. അതുകൊണ്ട് നമുക്ക് സൺ എന്ന് ജസ്റ്റ് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത് നോക്കാം. ശരി, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ കണ്ടത് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനെ നമ്മളൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫിഗർ ആക്കി അതൊന്ന് കണ്ടെത്തുന്നതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കൊരു മൊത്തത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഓപ്ഷൻ ഏതാ ശരിയെന്ന് നോക്കുന്ന കാര്യം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫിഗർ ആക്കി മാറ്റണം. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. ഓരോ കാര്യങ്ങൾ. ബി ഈസ് ദ ബ്രദർ ഓഫ് എ. അതായത് ബി എന്ന് പറയുന്നത് എയുടെ ബ്രദറാണ്. വിച്ച് മീൻസ് ബി ആണ് ഇവിടെ മെയിൽ. ഓക്കെ, ആൻഡ് ഡി ഈസ് ദ ബ്രദർ ഓഫ് എ. അഗെയിൻ എയുടെ വേറൊരു ബ്രദറിന്റെ പേരാണ് ഡി. ഇവിടെ രണ്ട് സെന്റൻസിലും എയുടെ ജെൻഡർ പറയുന്നില്ല. വിച്ച് മീൻസ് ഞാൻ എഴുതുന്നുമില്ല. ഓക്കെ, വൈ
ബി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ബി എന്ന് പറയുന്നത് ഇയുടെ ബ്രദർ ആണ്, വിച്ച് മീൻസ് ഇതേ ബെൽറ്റിലുള്ള ഒരു ആളായിരിക്കുമല്ലോ ഇ. ഇയുടെ എന്ത് പറയുന്നില്ല, ബി ബ്രദർ ആണെന്ന് പറയുന്നുണ്ട്, ഇയുടെ ജെൻഡർ പറയുന്നില്ല. എഗെയിൻ നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ബി ബ്രദർ ആണ്, ഡി ബ്രദർ ആണ്. എയും ഇയും ബ്രദർ ആകാം, അല്ലെങ്കിൽ മെയിൽ ആകാം, ഫീമെയിൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡെഫിനറ്റ്ലി കറക്റ്റ്? തീർച്ചയായും ശരിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ബി ഈസ് ദ ബ്രദർ ഓഫ് ഡി. അല്ലെ, ബി ബ്രദർ ആണ്, നമുക്കറിയാം ബ്രദർ ആണ്, കാരണം ദ ബി പ്ലസ് ആണ്, വിച്ച് മീൻസ് ഇത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. നമുക്ക് മുന്നോട്ട് ചെയ്യണ്ട, എന്നാൽ പോലും നമുക്ക് മറ്റു ഓപ്ഷൻസും കൂടെ നോക്കാം. കാരണം ഇത് ഉറപ്പായും നമുക്ക് കിട്ടുന്ന കാര്യമാണ്. കാരണം എന്താ, ഇവരൊക്കെ സിബ്ലിങ്സ് ആണ്, അതിൽ ബിയും ഡിയും മെയിൽ ആണെന്ന് അറിയാം. അതിനെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബി എന്ന് പറയുന്ന ആൾ ബ്രദർ ആണ്, വിച്ച് മീൻസ് മെയിൽ ആണ്. ശരിയാണ്, ശരി ഉത്തരമാണ്, അത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. ഈ ബി, നമ്മുടെ ബി ഓപ്ഷൻ നോക്കാം. ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി. അവിടെ ഇയുടെ ജെൻഡർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മേ ബി അത് ഫീമെയിൽ ആയിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം. ഇനി സി പറയുന്നത് എ ഈസ് ദ ബ്രദർ ഓഫ് ഡി. എഗെയിൻ എയുടെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. എ മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം. ഓപ്ഷൻ ഡി, എ ഈസ് ദ ബ്രദർ ഓഫ് ഇ. അഗെയിൻ എ മെയിലോ ഫീമെയിലോ ആയിരിക്കാം, വിച്ച് മീൻസ് ഡെഫിനറ്റ്ലി കറക്റ്റ് ആയ സാധനം എന്ത് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. നൺ ഓഫ് ദിസ് നമുക്ക് ഇവിടെ ഒരിക്കലും വരില്ല. കാരണം എന്താ, ഓപ്ഷൻ എ, നിങ്ങൾക്ക് 4 ഓപ്ഷനെ CUT എക്സാമിന് ഉണ്ടാവുള്ളൂ. ബട്ട് നൺ ഓഫ് ദിസ് എന്നുള്ള സാധനം 4ാമത്തെ ഓപ്ഷനായി വരികയാണെങ്കിൽ പോലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻ എ എന്നുള്ളത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. സോ നമുക്ക് കൂടുതലായി ഫർദറായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Study the following information carefully and answer the questions given below. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് P ഇൻറ്റു Q എന്ന് പറയുന്നത് P ഈസ് ദ ബ്രദർ ഓഫ് Q എന്നാണ്. P ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നത് P ഈസ് ദ സിസ്റ്റർ ഓഫ് Q എന്നാണ്. P പ്ലസ് Q എന്ന് പറയുന്നത് P ഈസ് ദ മദർ ഓഫ് Q എന്നാണ്. P മൈനസ് Q എന്ന് പറയുന്നത് P ഈസ് ദ ഫാദർ ഓഫ് Q എന്നാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു 3 ക്വസ്റ്റ്യനിൽ അവർ കാര്യം റിലേഷനായി തന്നെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, അവർ ഇനി വീണ്ടും ഈ പറഞ്ഞ സിമ്പിൾസ് കൊണ്ടുവന്ന് റിലേഷൻ അവർ കാണിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ഡിഫറെൻറ്റ് എന്താണ് ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ഡി ഈസ് ദ മെറ്റേണൽ, ഓക്കെ, ഇറ്റ്സ് മെറ്റേണൽ അങ്കിൾ ഓഫ് ടി എന്നാണ് കേട്ടോ. ഓക്കെ, മെറ്റേണൽ അങ്കിൾ ഓഫ് ടി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. ഇനി അത് മെറ്റേണൽ അങ്കിൾ ആയിരിക്കണം. നമുക്ക് ഓരോ ഓപ്ഷനും നമ്മൾ ഇതുപോലെ ഗ്രാഫ് വരച്ച് നോക്കണം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എ എടുക്കുന്നു. എ ഓപ്ഷൻ എങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് ഡി ഇൻറ്റു ജെ എന്നാണ്. നമുക്ക് പറയാം പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആണ്. അപ്പം ഇങ്ങനെ ഡി ഇൻറ്റു ജെ എന്ന് പറയുന്നതോ ഡി ഈസ് ദ ബ്രദർ ഓഫ് ജെ ആണല്ലോ. നമ്മൾ ആ സാധനം നോക്കി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്, 4 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഡി ഇൻറ്റു ജെ ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ. ഡി ഇൻറ്റു ജെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ജെ പ്ലസ് ടി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ എന്താ പറയുന്നത്, പി ഈസ് ദ മദർ ഓഫ് ക്യൂ. അങ്ങനെയാണെങ്കിൽ ജെ പ്ലസ് ടി എന്ന് പറഞ്ഞാൽ ജെ ഈസ് ദ മദർ ഓഫ് ടി അല്ലെ. ജെ എന്ന് പറയുന്നത് ആരാണ്, ടിയുടെ മദറാണ്. അപ്പം ഇവിടെ ടിയുടെ ജെൻഡർ നമുക്കറിയില്ല, ഡിയുടെയും ജെയുടെയും ജെൻഡർ നമുക്കറിയാം. നമ്മൾ എന്താ ചോദിക്കേണ്ടത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ഡി ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് ടി. ഇവിടെ ഡി എന്ന് പറയുന്നത് ടിയുടെ മെറ്റേണൽ അങ്കിൾ ആണോ? അതാ ടിയുടെ മദറിന്റെ ബ്രദറിനെ അല്ലടാ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കുക. അതായത് ഫാദറിന്റെയോ മദറിന്റെയോ ബ്രദറിനെയാണ് നമ്മൾ അങ്കിൾ എന്ന് വിളിക്കുക. അത് മദർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, മെറ്റേണൽ അങ്കിൾ എന്ന് വിളിക്കും. ഫാദർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പെറ്റേണൽ അങ്കിൾ എന്ന് വിളിക്കും. ഇവിടെ ശരിയല്ലേ, കാരണം ടിയുടെ അങ്കിളാണ്, മെറ്റേണൽ അങ്കിളാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ ലക്കിലി നമ്മുടെ ഓപ്ഷൻ എ തന്നെ നമുക്ക് കറക്റ്റായി. അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ബാക്കി ബിയും സിയും ഡിയും ഒന്നും ചെയ്ത് നോക്കണ്ട. കാരണം എന്താ, നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ ഇനി മേ ബി എ അല്ലെങ്കിൽ നമ്മൾ ബി ചെയ്ത് നോക്കണം, ബി അല്ലെങ്കിൽ സി ചെയ്ത് നോക്കുക, സി അല്ലെങ്കിൽ ഡിയും ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. സോ ഈ ഒരു ബേസിക് റൂൾസ് അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.